നല്ലൊരു നാളേക്കായി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളില്ലാത്ത PSC പരീക്ഷകളില്ല എന്നുതന്നെ പറയാം. LDC, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ മത്സരപരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക, നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ചോദ്യം: ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏത്? ഉത്തരം: 1856 ഓഗസ്റ്റ് 22 ചിങ്ങമാസത്തിലെ ചതയം നാൾ. 2. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം: തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി, വയൽവാരം വീട്. 3. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ ആരാണ്? ഉത്തരം: മാടൻ ആശാൻ അച്ഛൻ, കുട്ടിയമ്മ അമ്മ. 4. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല പേര് എന്തായിരുന്നു? ഉത്തരം: നാണു. 5. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരുക്കന്മാർ ആരെല്ലാം? ഉത്തരം: കുമ്മമ്പിള്ളി രാമൻപിള്ള ആശാൻ, കുമാരു ആശാൻ, ചെമ്പഴന്തി കുമാരുപിള്ള. 6. ചോദ്യം: ശ്രീനാരായണ ഗുരു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് എവിടെ നിന്നാണ്? ഉത്തരം: ചെമ്പഴന്തിയിലെ കുമ്മമ്പിള്ളി കളരിയിൽ നിന്ന്. 7. ചോദ്യം: ശ്രീനാരായണ ഗുരു ഉപരിപഠനത്തിനായി, സംസ്കൃത പഠനത്തിനായി പോയ സ്ഥലം എവിടെ? ഉത്തരം: കായംകുളം കുമാരപുരം, കുവേരൻ വൈദ്യരുടെ അടുത്ത്. 8. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ആത്മീയ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം: തൈക്കാട് അയ്യാവ്. 9. ചോദ്യം: അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏത്? ഉത്തരം: 1888. 10. ചോദ്യം: അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതു മാസത്തിലാണ്? ഉത്തരം: 1888 ഫെബ്രുവരി മാർച്ച് ശിവരാത്രി ദിവസം. 11. ചോദ്യം: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരവെന്ന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആരുടെ വരികളാണിത്? ഉത്തരം: ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എഴുതിവെച്ച വരികൾ. 12. ചോദ്യം: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചതാര്? ഉത്തരം: ശ്രീനാരായണ ഗുരു. 13. ചോദ്യം: സംഘടന കൊണ്ട് ശക്തരാവുക, അറിവുകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തതാര്? ഉത്തരം: ശ്രീനാരായണ ഗുരു. 14. ചോദ്യം: SNDP യോഗം സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം: 1903. 15. ചോദ്യം: SNDP യോഗത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം: ശ്രീനാരായണ ഗുരു. 16. ചോദ്യം: SNDP യോഗത്തിന്റെ പ്രഥമ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ പൽപ്പു. 17. ചോദ്യം: ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രശസ്തമായ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ആലുവയിൽ. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിതമായത് 1913. 18. ചോദ്യം: സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു ചേർക്കാൻ ഗുരുവിന് പ്രചോദനമായത് എവിടെയാണ്? ഉത്തരം: 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് മതങ്ങളുടെ സാഹോദര്യം വളർത്താൻ. 19. ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളിലൊന്നായ ദർശനമാല ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം: സംസ്കൃതം. 20. ചോദ്യം: ആത്മോപദേശ ശതകം രചിച്ചതാര്? ഉത്തരം: ശ്രീനാരായണ ഗുരു. 21. ചോദ്യം: അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ഇത് ആരുടെ വരികളാണ്? ഉത്തരം: ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം. 22. ചോദ്യം: ശ്രീനാരായണ ഗുരു രചിച്ച മലയാള കൃതികളിൽ ഏറ്റവും പ്രശസ്തമായത് ഏത്? ഉത്തരം: ദൈവദശകം. 23. ചോദ്യം: എല്ലാ മതങ്ങളുടെയും സാരമൊന്ന് എന്ന് പ്രഖ്യാപിക്കുന്ന ഗുരുവിന്റെ കൃതിയേത്? ഉത്തരം: ദൈവദശകം. 24. ചോദ്യം: ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന്റെ ലിങ്കൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: സ്വാമി ധർമ്മതീർത്ഥൻ അല്ലെങ്കിൽ പൊതുവെ ചരിത്രകാരന്മാർ. 25. ചോദ്യം: ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം: ഒരു യഥാർത്ഥ ഈശ്വരഭക്തൻ എന്നും പരിപാവനമായ ഒരു ജീവിതം എന്നും. 26. ചോദ്യം: ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം: 1925 ശിവഗിരി സന്ദർശനം. 27. ചോദ്യം: രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം: 1922 ശിവഗിരിയിൽ വെച്ച്. 28. ചോദ്യം: ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പ്രശസ്തമായ അഭിപ്രായം എന്താണ്? ഉത്തരം: ഞാൻ കണ്ടുമുട്ടിയ മഹാമാന്യരായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യം എന്നെ അത്ഭുതപ്പെടുത്തി. 29. ചോദ്യം: ശിവഗിരി മഠം സ്ഥാപിച്ചതാര്? ഉത്തരം: ശ്രീനാരായണ ഗുരു.
30 ചോദ്യം ശിവഗിരി മഠത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വർക്കല, തിരുവനന്തപുരം. 31 ചോദ്യം ശിവഗിരിയിൽ ശാരദാ മന്ദിരം പ്രതിഷ്ഠിച്ച വർഷം ഏത്? ഉത്തരം 1912. 32 ചോദ്യം ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ഏതു വർഷമാണ്? ആവർത്തിച്ചുള്ള PSC ചോദ്യം. ഉത്തരം 1912. 33 ചോദ്യം കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം നടത്താൻ അനുയോജ്യമായ രീതിയിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ നായകനാരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 34 ചോദ്യം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു, കല്ലൂർ ക്ഷേത്രത്തിൽ. 35 ചോദ്യം ഗുരു കല്ലൂരിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? ഉത്തരം 1916. 36 ചോദ്യം മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കാനും പാടില്ല, കുടിക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല എന്ന് പ്രഖ്യാപിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 37 ചോദ്യം ബ്രഹ്മോത്സവം എന്ന ആശയം ആവിഷ്കരിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 38 ചോദ്യം കുമാരനാശാനെ ശ്രീനാരായണ ഗുരുവിന് പരിചയപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ പൽപ്പു. 39 ചോദ്യം കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനാണ്. അദ്ദേഹത്തെ ഗുരു വിശേഷിപ്പിച്ചതെങ്ങനെ ശിഫ? ഉത്തരം എന്റെ സ്നേഹഭാജനം എന്ന്. 40 ചോദ്യം ശാന്തിപർവം, ഈശ്വരൻ തുടങ്ങിയവ ആരുടെ കൃതികളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 41 ചോദ്യം ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത്? ഉത്തരം 1928 സെപ്റ്റംബർ 20. 42 ചോദ്യം ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാണ്? ഉത്തരം വർക്കല ശിവഗിരി മഠം. 43 ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? ഉത്തരം ശിവഗിരി മഠത്തിൽ. 44 ചോദ്യം ജാതിലക്ഷണം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 45 ചോദ്യം വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന വാചകം SNDPയുടെ ഏത് സമ്മേളനത്തിലാണ് ഗുരു നൽകിയത്? ഉത്തരം കൊല്ലം സമ്മേളനം, 1916. 46 ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തനായ ഏഷ്യയിലെ ആദ്യത്തെ സന്യാസി പരമ്പരയിൽ ഉൾപ്പെടുന്ന ശിഷ്യരിൽ പ്രധാനിയാര്? ഉത്തരം സ്വാമി ബോധാനന്ദ സ്വാമികൾ. 47 ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച മുഖപത്രം ഏതാണ്? ഉത്തരം വിവേകോദയം, SNDP യോഗത്തിന്റെ മുഖപത്രം. 48 ചോദ്യം ചെമ്പഴന്തിയിൽ ജനിച്ച ലോകഗുരു എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 49 ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രത്തോടുകൂടി പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 1965 ഫെബ്രുവരി 21. 50 ചോദ്യം മദ്യം വിഷമാണ് എന്നു പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനത്തെ തുടർന്ന് കേരളത്തിൽ കള്ളുഷാപ്പുകൾ ബഹിഷ്കരിക്കാൻ നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ഈ 50 ചോദ്യങ്ങളും PSC പരീക്ഷകളിൽ പലതവണ ആവർത്തിച്ചവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.